അച്ചുവിന് പഠിക്കാനായി കുറച്ച് പോർഷൻ കൊടുത്തുകൊണ്ട് കിച്ചു കണ്ണൻ്റെ മുറിക്ക് പുറത്തേക്കിറങ്ങി സ്വന്തം മുറിയിലേക്ക് നടന്നു. ഡാ, എന്തായി? കിച്ചു കയറിയതും ബെഡിലിരിക്കുന്ന കണ്ണനോട് ചോദിച്ചു. ഇല്ലടാ, ഒരു ഐഡിയ കിട്ടുന്നില്ല. നിന്നോടൊക്കെ എന്തേലും പറയുന്നതിലും ഭേദം ഞാനങ്ങ് ഒറ്റയ്ക്ക് ചെയ്യുന്നതാ, കിച്ചു പിറുപിറുത്തു. സോറി മാൻ. അത് നിന്റെ അമ്മായിയപ്പനോട് ചെന്ന് പറയ്, പുല്ല്, കിച്ചു പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തുവാ കിച്ചുവേട്ടാ പ്രശ്നം? വാതിൽപ്പടിയിൽ ശബ്ദം കേട്ടതും കണ്ണനും കിച്ചുവും അങ്ങോട്ട് നോക്കി. ലച്ചു ആയിരുന്നു അത്. അവൾക്ക് പിന്നാലെ അജിത്തും ശിവയും ഗിരിയും പ്രണവും കയറി വന്നു. ഒന്നും പറയണ്ടെൻ്റെ മോളെ, ഇവനോട് എല്ലാം സെറ്റാക്കാൻ പറഞ്ഞതാണ്, എന്നിട്ട് കണ്ടില്ലേ എന്തേലും സെറ്റ് ചെയ്തോ ഇവൻ? കിച്ചു പല്ല് കടിച്ചു. ബെസ്റ്റ്, നീയല്ലാതെ ഇവനോട് പറയൂ? അതിപ്പോ നിന്നോടായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, പ്രണവ് പറഞ്ഞു. കിട്ടിയില്ലേ? കണ്ണൻ അജിത്തിനെ നോക്കി പതിയെ പറഞ്ഞു. അവളെന്തിയേ? ലച്ചു വഴക്ക് പിടിക്കാനായി തുനിഞ്ഞു നിൽക്കുന്ന അജിത്തിനെയും കണ്ണനെയും നോക്കിക്കൊണ്ട് ചോദിച്ചു. കണ്ണൻ്റെ മുറിയിലുണ്ട്. അവള് വരുന്നതിൻ്റെ മുൻപേ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. നീ അവളുടെ അടുത്തേക്ക് പോയിക്കോ, ഗിരി പറഞ്ഞു. അത് കേട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതാണ് കിച്ചു. എന്തോന്നടാ ഇത്? ഇറങ്ങാൻ നിന്നപ്പോഴാണ് ബാക്കിൽ നിന്ന് പ്രണവിൻ്റെ ചോദ്യം. കിച്ചു അവനെ സംശയത്തോടെ നോക്കി. അപ്പോഴാണ് കിച്ചു അവൻ്റെ നോട്ടം പോയിടത്തേക്ക് നോക്കിയത്. വൈറ്റ് ബെഡ്ഷീറ്റിൽ അച്ചു എഴുതിയിരിക്കുന്നത് നോക്കിയാണ് അവൻ്റെ ചോദ്യം. ലച്ചു ലവ് കിച്ചു എന്നും ആര്യ ലവ് നിഖിൽ എന്നും ഒക്കെ എഴുതിയേക്കുന്നത് കണ്ടാണ് അവൻ പറഞ്ഞത്. എന്തോന്നടേ ഇത്? നിന്റെയൊക്കെ വട്ട് പെങ്ങളില്ലേ, അതിൻ്റെ പണിയാണ്, കിച്ചു പറഞ്ഞു. അല്ലാതെ വേറെ ആരും അങ്ങനെ ചെയ്യില്ല. നീ പേടിക്കണ്ട, നിന്റെ ബെഡിലും കുത്തിയിരുന്ന് എഴുതുന്നുണ്ട് ഇപ്പോൾ, കണ്ണനെ നോക്കി കിച്ചു ആശ്വാസത്തോടെ പറഞ്ഞു. ഈ കുരിപ്പിന് ഞാനിന്ന്. അതും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ നിന്ന കണ്ണനെ ശിവ പിടിച്ചു. ആദ്യം ഇതൊക്കെ ഒന്ന് സെറ്റാക്ക്, എന്നിട്ട് മതി ചോദ്യവും പറച്ചിലും, ശിവ പറഞ്ഞതും കണ്ണൻ അയഞ്ഞു. കിച്ചു ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. കണ്ണൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ പുസ്തകത്തിൽ പേന കൊണ്ട് എന്തോ കുത്തി വരച്ചാലോചിക്കുന്ന അച്ചുവിനെയാണ് അവൻ കണ്ടത്. എന്താണ് ഇത്രയ്ക്ക് ആലോചന? കിച്ചു അവൾക്കടുത്തായിരുന്നു. ഏയ്, ഞാൻ ആലോചിക്കുകയായിരുന്നു. എന്ത്? അത് അമ്മൂമ്മയുടെ പശു പ്രസവിച്ചു, ഒരു വെള്ള പശു. എന്ത് രസാണെന്നോ. ഞാൻ അതിന് പേരിട്ടു കിങ്ങിണിന്ന്. അപ്പോൾ കുഞ്ഞി പശുവിന് കുശുമ്പ് വന്നു. ഓരോന്ന് എണ്ണിപ്പറക്കി പറയുന്നവളെ കണ്ടതും കിച്ചുവിന് അവളോട് വല്ലാത്തൊരു വാത്സല്യം തോന്നിപ്പോയി. ഈ പശുക്കൾക്കിടയിലും കുശുമ്പ് വരുമോ കിച്ചുവേട്ടാ? അച്ചു സംശയത്തോടെ ചോദിച്ചു. ആ, എനിക്കറിയില്ല. അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. നിനക്ക് ഈ പട്ടിയും പൂച്ചയും പശുവും ഒക്കെയാണോ കൂട്ടുകാരായിട്ടുള്ളത്? മനുഷ്യരാരുമില്ലേ? കിച്ചു ചോദിച്ചതും അച്ചു അവനെ നോക്കി ചുണ്ട് കൂർപ്പിച്ചു. ഇങ്ങനെ നോക്കല്ലേ പൊന്നെ, കിച്ചു പറഞ്ഞതും അച്ചു പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. കിച്ചു ചിരിയോടെ ബുക്കെടുത്ത് അവൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞതും അച്ചുവിൻ്റെ യാതൊരു റെസ്പോൺസും കാണാതെയായതും കിച്ചു തലചെരിച്ച് അവളെ നോക്കി. കണ്ണടച്ച് സുഖമായി കിടന്നുറങ്ങുന്നവളെ കണ്ടതും കിച്ചുവിന് അവളോട് വാത്സല്യം തോന്നിപ്പോയി. കയ്യിലിരുന്ന പുസ്തകം മടക്കി മേശപ്പുറത്തേക്ക് വെച്ച് പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ച് നെറുകിലൊരു ഉമ്മയും കൊടുത്ത് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് കിച്ചു പുറത്തേക്കിറങ്ങി. കിച്ചുവേട്ടാ, എല്ലാം സെറ്റായിട്ടുണ്ട്, മുറിയിലേക്ക് വന്ന കിച്ചുവിനെ കണ്ട് ലച്ചു പറഞ്ഞു. കിച്ചു ചുറ്റുമൊന്ന് നോക്കി. ആരുടെ ഐഡിയ ഇത്? സംശയം എന്ത്? ഈ എൻ്റെ തന്നെ, ബാക്കിയുള്ളവരെ പുച്ഛിച്ചുകൊണ്ട് അഭിമാനത്തോടെ ലച്ചു പറഞ്ഞു. എന്തായാലും കൊള്ളാം, കിച്ചു പറഞ്ഞതും ലച്ചു ബാക്കിയുള്ളവരെ നോക്കി തല ഉയർത്തി പിടിച്ചു. അവളെന്തേ, പഠിക്കാണോ? എവിടുന്ന്, ഉറങ്ങിപ്പോയി. എന്തായാലും നന്നായി. അതും പറഞ്ഞ് എല്ലാവരും മുറിയിൽ നിന്നിറങ്ങി ഹാളിൽ വന്നിരുന്നു. ശ്യാമ എവിടെ? അവൻ വരില്ലേ? അവൻ്റെ കാര്യം പറയാത്തതാണ് നല്ലത്. ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞതാ. കുറച്ച് മുൻപ് വിളിച്ചിട്ട് പറയാ ആദിക്കൊപ്പം ടൗണിൽ പോകണം, അതുകൊണ്ട് വരില്ല എന്ന്. അപ്പം ആളുവോ? അതിന് ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്ന്. ഓരോന്ന് സംസാരിച്ചും ഇരുന്ന് സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. അല്ല, ടൈം ആവാറായില്ലേ? അവളെ മുറിയിലെത്തിക്കണ്ടേ? അജിത്ത് ചോദിച്ചു. പറഞ്ഞതുപോലെ അവൾ ഉറങ്ങുകയല്ലേ, എങ്ങനെ കിച്ചുവിൻ്റെ മുറിയിലെത്തിക്കും? പ്രണവ് സംശയത്തോടെ എല്ലാവരെയും നോക്കി. സിമ്പിൾ, കണ്ണേട്ടം പോയിട്ട് അവളെ വിളിച്ചുണർത്തണം, എന്നിട്ട് ഉറക്കം വരുന്നു കിച്ചുവിൻ്റെ മുറിയിൽ പോയി കിടന്നോ എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിടണം, ഇത്രയേ ഉള്ളൂ, ലച്ചു ബുദ്ധിപരമായി പറഞ്ഞു. നിനക്കിത്ര ബുദ്ധിയോ? കണ്ണൻ ലച്ചു പറഞ്ഞത് കേട്ട് ലച്ചുവിൻ്റെ തലയിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. എൻ്റെ അല്ലേ അനിയത്തി, അജിത്ത് കിട്ടിയ അവസരത്തിൽ പറഞ്ഞു. ആ ഒരു കുറവേ അവൾക്കുള്ളൂ.
ഓ മതി മതി, ഞാൻ പോയി അവളെ എഴുന്നേൽപ്പിക്കട്ടെ. അതും പറഞ്ഞ് കണ്ണൻ അവിടെ നിന്നും പോയി. അപ്പോൾ നമുക്ക് മുറിയിലേക്ക് പോകാം. അതും പറഞ്ഞ് ബാക്കി എല്ലാവരും അകത്തേക്ക് പോയി. കണ്ണൻ മുറിയിലേക്ക് കയറിയതും ബെഡിൽ ചുരുണ്ടുകൂടി കിടക്കുന്നവളെ കണ്ടു. അച്ചു, അച്ചു, ഡി എഴുന്നേറ്റ്. കണ്ണൻ തട്ടി വിളിച്ചുവെങ്കിലും അച്ചു എഴുന്നേറ്റില്ല. ഡി മോളെ എഴുന്നേറ്റേ. ഒന്ന് പോയേ കണ്ണേട്ടാ. ഒന്ന് എണീക്കടാ, എനിക്ക് ഉറക്കം വരുന്നു. കണ്ണൻ ദയനീയമായി പറഞ്ഞതും അച്ചു മെല്ലെ കണ്ണുകൾ തുറന്നു. ഉറക്കം മുറിഞ്ഞതിൻ്റെ ദേഷ്യം അവൾക്കുണ്ട്. കഷ്ടമുണ്ട് കണ്ണേട്ടാ, അച്ചു കണ്ണനെ നോക്കി പറഞ്ഞു. ചാരി ചെല്ലാം, എഴുന്നേക്ക്. അതും പറഞ്ഞുകൊണ്ട് കയ്യിലെ വാച്ചിലേക്ക് വെറുതെ കണ്ണൻ കണ്ണുകൾ പായിച്ചു. ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് അച്ചു പുറത്തേക്കിറങ്ങി. അപ്പോൾ തന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് കണ്ണൻ അജിത്തിന് മെസ്സേജ് ഇട്ടു. അച്ചുവിന് പിന്നാലെ കണ്ണനും അങ്ങോട്ട് നടന്നു. ഉറക്കപ്പിച്ചിൽ അങ്ങോട്ട് കയറിയ അച്ചു അവിടമാകെ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതും പേടിച്ചു പോയി. പേടിച്ചുകൊണ്ട് ഇട്ടിരുന്ന പാവാടയിൽ കൈകൾ മുറുക്കി പിടിച്ചു. അലറി വിളിക്കാൻ തോന്നിയതും അവിടെ ലൈറ്റ് ഓണായി. അവിടം കണ്ട് അച്ചുവിൻ്റെ കിളികൾ പറന്നു പറന്നു പോയി. പെട്ടെന്നൊരു കൂട്ടം ശബ്ദം കേട്ടതും അച്ചു ഞെട്ടി അങ്ങോട്ട് നോക്കി. ഹാപ്പി ബർത്ത്ഡേ അച്ചുട്ടിയേ. എല്ലാവരും ഉറക്കെ പറഞ്ഞതും അച്ചു ഞെട്ടി കണ്ണുകൾ നിറഞ്ഞുപോയി. പെട്ടെന്ന് മുറിയിലെ ലൈറ്റ് ഓഫായി. അച്ചുവിൻ്റെ കണ്ണുകൾ ആരോ പൊത്തിപ്പിടിച്ചു. അച്ചു പേടിച്ചുവെങ്കിലും അത് കണ്ണനാണെന്ന് മനസ്സിലായതും അച്ചു ആശ്വസിച്ചു. മുറിയിലെ ലൈറ്റ് ഓണായതും അച്ചു കണ്ണൻ്റെ കൈ വിടുവിക്കാൻ നോക്കി. എങ്കിലും കണ്ണൻ അതിന് സമ്മതിക്കാതെ ബെഡിനടുത്തായി ഇട്ടിട്ടുള്ള മേശയ്ക്ക് മുന്നിൽ അവളെയും കൊണ്ട് നിർത്തി. കണ്ണൻ അച്ചുവിൻ്റെ കണ്ണിൽ നിന്ന് കൈയെടുത്തു. അച്ചു നേരെ നോക്കിയത് മേശയിൽ എല്ലാവർക്കും കാണാൻ രീതിയിൽ വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിലാണ്. അത് കണ്ട് അച്ചു അതിനടുത്തായി നിന്ന ശിവയെ നോക്കി. ശിവ ഒരു ചിരിയോടെ ലാപ്പിലൊരു വീഡിയോ ഓണാക്കി. എല്ലാവരും ആ വീഡിയോയിലേക്ക് നോക്കി. അച്ചു ആകാംക്ഷയോടെ അതിലേക്ക് നോക്കി. അച്ചുവിൻ്റെ കുഞ്ഞിലെ ഒരു ഫോട്ടോയാണ് ആദ്യം തന്നെ വീഡിയോയിൽ പ്ലേ ചെയ്തത്. അത് തൻ്റെ ആൽബത്തിൽ നിന്ന് എടുത്തതാണെന്ന് അച്ചു മനസ്സിലാക്കി. ശേഷം അച്ഛനും അമ്മയും അച്ചുവും അഞ്ജുവും അച്ചാച്ചനും അമ്മാമ്മയും പാപ്പനുമൊപ്പം നിൽക്കുന്ന അച്ചുവിൻ്റെ നൂലുകെട്ടിൻ്റെ അന്നത്തെ ഫോട്ടോ കാണിച്ചു. ശേഷം അച്ചുവിൻ്റെ 7ാം ക്ലാസ്സിലുള്ള ഫോട്ടോ. ശേഷം ആദ്യമായി കണ്ണനും കുടുംബവും അച്ചുവിനെ കണ്ട ദിവസമെടുത്ത അച്ചുവിൻ്റെ ഫോട്ടോസും കണ്ണനൊപ്പം നിൽക്കുന്ന ഫോട്ടോസും കാണിച്ചു. ശേഷം കണ്ണനൊക്കെ അച്ചുവിൻ്റെ വീട്ടിൽ അങ്ങോട്ട് താമസം മാറിയതിനു ശേഷം അച്ചുവുമായി എടുത്ത ഫോട്ടോസ് പ്ലേ ചെയ്തു. അതിനുശേഷം അജിത്തും അച്ചുവും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസ്, ശിവയും അച്ചുവും, ഗിരിയും അച്ചുവും, പ്രണവും അച്ചുവും, അവർ തമ്മിലുള്ള ഫോട്ടോസൊക്കെ പ്ലേ ചെയ്തു. പിന്നീട് ലച്ചുവും അച്ചുവും നിൽക്കുന്ന ഒത്തിരി ഫോട്ടോസ് പ്ലേ ചെയ്തു. പിന്നെ കിച്ചു നാട്ടിലേക്ക് വന്നതിന് ശേഷം അതിരപ്പള്ളിയിലേക്ക് പോയപ്പോൾ അച്ചുവിനൊപ്പം എടുത്ത ഫോട്ടോസും അവനൊപ്പമുള്ള അൺഎക്സ്പെക്റ്റഡ് ഫോട്ടോസും ആ വീഡിയോസിൽ പ്ലേ ചെയ്തു. അവസാനം അച്ചുവിൻ്റെ ചിരിച്ചിരിക്കുന്ന മനോഹരമായ ഫോട്ടോയിൽ വീഡിയോ അവസാനിച്ചു. അതിന് താഴെയായി ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു: തൊട്ടാവാടിയായ ഞങ്ങളുടെ കുറുമ്പി പെണ്ണിന് 1000 പിറന്നാൾ ആശംസകൾ. വീഡിയോ അവസാനിച്ചതും അച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ചു അടുത്തു നിന്ന കണ്ണനെ കെട്ടിപ്പിടിച്ചു. അയ്യേ, അച്ചുമ്മ കരയാ. കണ്ണൻ അവളെ ചേർത്ത് പിടിച്ചു. ആദ്യമായിട്ടാ എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കുന്നേ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കും. അമ്മ തലേ ദിവസം കുറച്ച് മിഠായി വാങ്ങിയിട്ടുണ്ടാകും. അത് അടുത്തുള്ള വീട്ടുകളിലും ക്ലാസ്സിലും കൊടുക്കും. അത്രയ്ക്കേ ഉണ്ടാവാറുള്ളൂ. ഇങ്ങനെ ആദ്യമായിട്ടാ. എല്ലാവർക്കും അച്ചുവിനോട് പ്രത്യേക ഇഷ്ടം തോന്നിപ്പോയി. അച്ചേടാ, ഇനി എൻ്റെ കൊച്ചിൻ്റെ എല്ലാ ബർത്ത്ഡേസും നമുക്ക് ആഘോഷിക്കാട്ടോ. അതിനല്ലേ നിനക്ക് തണ്ടും തടിയുമുള്ള ഒരു കാമുകനും പിന്നെ ഈ ഏട്ടന്മാരും ഉള്ളത്. അജിത്ത് വന്ന് അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് കിച്ചുവിനെ കണ്ടില്ല എന്നത് അച്ചു ഓർത്തത്. അച്ചു കണ്ണുകൾ കൊണ്ട് ചുറ്റും പരതി. മേശയ്ക്കടുത്ത് ഒരു കൈ മാറിൽ പിണച്ചു കെട്ടി ചിരിയോടെ നിൽക്കുന്ന കിച്ചുവിനെ കണ്ടതും അച്ചു അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. പെട്ടെന്ന് വീണ്ടും മുറിയിലെ ലൈറ്റ് ഓഫായി. 2 മിനിറ്റ് കഴിഞ്ഞതും അത് ഓണായി. അച്ചു നേരെ നോക്കിയപ്പോൾ മേശയിൽ ലാപ്ടോപ്പ് ഇരുന്ന സ്ഥലത്തിരിക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് കണ്ടതും അച്ചുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അതിൽ മനോഹരമായി ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട അച്ചുവിന് അത് കിച്ചുവിൻ്റെ പണിയാണെന്ന് മനസ്സിലായിരുന്നു. അച്ചു പതിയെ അവൻ നിൽക്കുന്നിടത്തേക്ക് നോക്കി. അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അതെ, കണ്ണും കണ്ണൊക്കെ പിന്നെ നോക്കി നിൽക്കാം. ഈ കേക്കൊന്ന് മുറുക്കി, കൊതിയാവുന്നു. അച്ചുവിൻ്റെയും കിച്ചുവിൻ്റെയും പ്രണയനോട്ടം കണ്ട് ജലസി അടിച്ച് ലച്ചു ഇടയിൽ കയറി പറഞ്ഞു. കണ്ണൻ അച്ചുവിനെ കേക്കിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. ബാക്കിയുള്ളവർ കിച്ചുവിനെയും അവൾക്കടുത്ത് പിടിച്ചു നിർത്തി. അച്ചു ചിരിയോടെ കേക്ക് മുറിച്ചു. ആദ്യത്തെ കഷ്ണം കയ്യിൽ പിടിച്ചു. അത് കണ്ടതും, ആദ്യത്തെ പീസ് നിന്റെ ഈ പുന്നാരേട്ടനല്ലേ അച്ചൂട്ടിയെ? കേക്കിലേക്ക് നോക്കി കൊതിയിട്ട് കണ്ണൻ അച്ചുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ നിനക്കല്ല,
അച്ചുവിൻ്റെ സുന്ദരനായ ഈ ഏട്ടനാണ്. കണ്ണൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ കേക്കിലേക്ക് നോക്കിക്കൊണ്ട് അജിത്ത് അച്ചുവിനോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കുമല്ല, ഇവളുടെ ചങ്കും കരളും കുടലുമായ എനിക്കാണ്. കേക്കിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ബാക്കി 2നെയും പുച്ഛിച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു. അച്ചുവാണേൽ ആകെ പെട്ടതുപോലെ എല്ലാവരെയും നോക്കി. ഒരു സൈഡിൽ തന്നെ ആത്മമിത്രം, മറ്റു സൈഡിൽ തൻ്റെ പ്രിയപ്പെട്ട ഏട്ടന്മാർ. ആർക്ക് കൊടുക്കും ആദ്യം? കിച്ചേട്ടന് കൊടുക്കാനാണ് തനിക്ക് താല്പര്യമെന്ന് അച്ചു മനസ്സിലോർത്തു. അച്ചുവിൻ്റെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ പ്രണവ് അച്ചുവിൻ്റെ കൈ പിടിച്ച് ആ കേക്ക് കിച്ചുവിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആ നിമിഷം അച്ചുവിൻ്റെ മനസ്സിൽ പ്രണവിന് ദൈവദൂതൻ്റെ രൂപമായിരുന്നു. അത് കണ്ട് എല്ലാവരും പ്രണവിനെ തുറിച്ചു നോക്കി. എല്ലാവരും എന്ന് പറയാനില്ല, അജിത്തും കണ്ണനും ലച്ചുവും. കിച്ചുവാണേൽ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്ത് പണിയാടാ കാണിച്ചേ? കണ്ണൻ്റെ വക ചോദ്യം. അവനെ നോക്കണ്ട, അല്ലേലും എനിക്കറിയായിരുന്നു എൻ്റെ കുഞ്ഞ് എനിക്ക് ആദ്യം തരുള്ളൂ എന്ന് പ്രണവിൻ്റെ രക്ഷയ്ക്കായി കിച്ചു എത്തിക്കൊണ്ട് പറഞ്ഞു. അച്ചു അവരെ നോക്കി കളിയാക്കിക്കൊണ്ട് അടുത്ത പീസ് കേക്ക് മുറിച്ചു. അത് എനിക്കാണെന്ന രീതിയിൽ 3 പേരും പരസ്പരം നോക്കി. അവരെ നോക്കിക്കൊണ്ട് തന്നെ ആ കേക്ക് അച്ചു പ്രണവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. പിന്നെ ഗിരിക്കും ശിവിക്കും. അവർക്കെല്ലാം കൊടുത്തതിന് ശേഷമാണ് കണ്ണനും അജിത്തിനും ലച്ചുവിനും കൊടുത്തത്. ഓ, എല്ലാവർക്കും കൊടുത്ത് എനിക്ക് ലാസ്റ്റ് അല്ലേ? ലച്ചുവിന് കൊടുത്തു കഴിഞ്ഞതും പരാതി എത്തിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. ആദ്യത്തെ ലെഗ് പീസ് നിനക്ക് പോരെ? ലച്ചുവിനെ അനുനയിപ്പിച്ചുകൊണ്ട് കിച്ചു പറഞ്ഞതും ലച്ചു ഹാപ്പിയായി. അപ്പോൾ നാളെ ക്ലാസ്സിൽ പോവണ്ടേ? നാളെ പോകണം, ഇന്ന് പോണ്ട. ഗിരി പറഞ്ഞപ്പോഴാണ് ഇന്ന് 12 മണി കഴിഞ്ഞിരിക്കുന്നു എന്ന് അച്ചുവിന് ബോധ്യമായത്. അല്ല, ഇത്രയേ ഉള്ളൂ? ഗിഫ്റ്റ് ഒന്നുമില്ലേ? ഒന്ന് ചമ്മിയെങ്കിലും അച്ചു അവരോട് ചോദിച്ചു. വെറുതെ ചോദിച്ചതാ, ചമ്മൽ മറിക്കാന്. ഇന്നേ വരെയുള്ള ബർത്ത്ഡേയിൽ ഓർമ്മയിൽ ആകെ 2 പ്രാവശ്യമാണ് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. ഒപ്പം അച്ചു ഓർത്തു. എല്ലാവരും മുറിയിൽ നിന്ന് പല വഴിക്ക് തിരിഞ്ഞു. എന്താണ് സംഭവമെന്നറിയാതെ അച്ചു നിന്നു. 2 മിനിറ്റിന് ശേഷം എല്ലാവരും മുറിയിലേക്ക് കയറി വന്നു. ഇത് എൻ്റെ വക എന്നും പറഞ്ഞുകൊണ്ട് ഒരു കവർ ശിവ അവൾക്ക് നേരെ നീട്ടി. അച്ചു അത് തുറന്നു നോക്കി. ഭംഗിയുള്ള ഒരു ഉടുപ്പായിരുന്നു അതിൽ. താങ്ക് യു ശിവേട്ടാ. അച്ചു പറഞ്ഞതും ശിവ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇന്നാ. ഗിരി ഒരു ബോക്സ് അച്ചുവിന് കൊടുത്തു. അവളത് തുറന്നു നോക്കി. ഗോൾഡും വെള്ളയും പതിപ്പിച്ച ജിമുക്കയായിരുന്നു അതിൽ. താങ്ക് യു ഗിരിയേട്ടാ. ഗിരിയൊന്ന് ചിരിച്ചുകൊണ്ട് അച്ചുവിൻ്റെ തലയിൽ കൊട്ടി. എന്നാ പിടിച്ചോ. അജിത്തും ഒരു ജോഡി ഡ്രസ്സാണ് കൊടുത്തത്. അതും അച്ചുവിന് ഇഷ്ടമായി. താങ്ക് യു അജിത്തേട്ടാ. അജിത്ത് അവളെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. അച്ചുട്ടിയെ ഇന്നാ. പ്രണവ് ഒരു ബോക്സ് അവൾക്ക് കൊടുത്തു. അച്ചു അത് തുറന്നു നോക്കി. ഭംഗിയുള്ള മുത്തുകൾ പിടിപ്പിച്ച വെള്ളി പാദസരമായിരുന്നു അതിൽ. ഹായ്, പാദസരം വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. താങ്ക് യു പ്രണവേട്ടാ. പ്രണവ് ചിരിച്ചുകൊണ്ട് അച്ചുവിൻ്റെ തലയിൽ കൊട്ടി. ഇതെൻ്റെ അച്ചുട്ടിക്ക്. അതും പറഞ്ഞ് കണ്ണൻ അവൾക്കൊരു ബോക്സ് കൊടുത്തു. അത് തുറന്നു നോക്കിയ അച്ചുവിൻ്റെ കണ്ണുകൾ വിടർന്നു. സ്വർണ്ണ നിറത്തിൽ വെള്ള ഇടകലർന്ന പട്ടുപാവാടയാണ് അത്. അച്ചു കണ്ണനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു. ഇത് എൻ്റെ വക. അതും പറഞ്ഞ് ലച്ചു ഒരു വലിയ ഡയറി മിൽക്ക് അവൾക്ക് കൊടുത്തു. അച്ചു സന്തോഷത്തോടെ ലച്ചുവിൻ്റെ കവളിൽ മുത്തി. ഇതിൻ്റെ പകുതി എനിക്ക്, പകുതി നിനക്ക്, ലച്ചു പറഞ്ഞു. നാണുണ്ടോടി ഗിഫ്റ്റ് കൊടുത്തതിൻ്റെ പങ്ക് ചോദിക്കാൻ? നീ പോടാ പട്ടി. ലച്ചുവിൻ്റെ മറുപടി കേട്ടതും അജിത്ത് ഒന്നും മിണ്ടാതെ നീങ്ങി നിന്നു. കണ്ണനാണേൽ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സ്വന്തം അനിയത്തിയായി പോയി, അല്ലേൽ എന്തേലും ചെയ്തേനെ എന്ന ഡയലോഗ് തോന്നുന്നുണ്ടോ അജിത്തെ? കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും നിനക്കിത് എങ്ങനെ മനസ്സിലായടാ എന്ന് ലുക്കിട്ട് അജിത്ത് കണ്ണനെ നോക്കി. കണ്ണനാണേൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അച്ചുവിൻ്റെ നോട്ടം പോയത് കിച്ചുവിലായിരുന്നു. ക്ലോസ് യുവർ ഐസ്, കിച്ചു അച്ചുവിനോട് പറഞ്ഞു. ഉമ്മ വെക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. സിംഗിൾസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കടാ ഈ നാറിയോട്. അജിത്തിൻ്റെ രോദനം കേട്ട് കണ്ണനും അടുത്തു നിന്ന് ശിവയും ചിരി കടിച്ചു പിടിച്ചു നിന്നു. അച്ചു കണ്ണുകൾ പൂട്ടി നിന്നതും കിച്ചു പുറത്തേക്ക് പോയി വാതിലിൻ്റെ സൈഡിൽ നിന്നൊരു സാധനം എടുത്തുകൊണ്ട് വന്നു. കിച്ചുവിൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. ഇനി കണ്ണു തുറന്നു. കിച്ചു പറഞ്ഞതും അച്ചു കണ്ണുകൾ തുറന്നു. മുന്നിൽ നിൽക്കുന്ന കിച്ചുവിൽ അച്ചുവിൻ്റെ കണ്ണുകൾ പതിഞ്ഞു. ശേഷം അവൻ്റെ കയ്യിലിരിക്കുന്ന തൻ്റെ അത്രയ്ക്കുള്ള ലൈറ്റ് പർപ്പിൾ പാവക്കുട്ടിയിൽ അച്ചുവിൻ്റെ കണ്ണുകൾ ഉടക്കി. അച്ചു അതിനെ വാങ്ങി. അച്ചുവിന് സന്തോഷം തോന്നി. ആ സന്തോഷത്തിൽ അച്ചു കിച്ചുവിനെ കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തിയൊരു ഉമ്മ കൊടുത്തു.